നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ചേർത്തല കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സൂസൻ എബ്രഹാമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഗർഭാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം സങ്കീർണതകളാണ് ഉള്ളത്? ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ? തീർച്ചയായിട്ടും പ്രഗ്നൻസി എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ, പ്രത്യേകിച്ച് നമ്മുടെ കിൻഡറിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി നമ്മൾ ആഘോഷമാക്കുന്നത്, അതേപോലെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫിസിയോളജിക്കൽ കാര്യമാണ്. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ അത് അതിസങ്കീർണമാകാറുണ്ട്. പ്രഗ്നൻസിയെ നമ്മൾ പ്രധാനമായിട്ട് ലോ റിസ്ക്, ഹൈ റിസ്ക് എന്ന് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതായത് അതിസങ്കീർണത എന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾ ഗർഭിണി ആകുന്നതിന് മുമ്പ് തന്നെ ചില രോഗങ്ങൾ, ഫോർ എക്സാമ്പിൾ BP, ബ്ലഡ് പ്രഷർ ആവാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രമേഹമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ളവർ ഗർഭിണി ആകുമ്പോഴത്തേക്ക്, അതേപോലെ തന്നെ മറ്റനവധി അസുഖങ്ങളുണ്ട്. ചിലർക്ക് നേരത്തെ തന്നെ അപസ്മാരം പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസൊക്കെ ഉള്ളവർ, അവർ പ്രഗ്നൻസി ആകുമ്പോൾ സാധാരണ ചെക്കപ്പും കാര്യങ്ങളും വേണമെങ്കിലും പക്ഷേ കുറച്ചും കൂടെ ഹൈ റിസ്ക് കെയർ നമ്മൾ വേണം. അതിനെയാണ് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു ലോ റിസ്ക് കാറ്റഗറിയിൽ പ്രഗ്നൻസി നമ്മൾ ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ നടത്തി ഗർഭാവസ്ഥയിൽ ആ ലോ റിസ്ക് ഒരു കുറച്ച് സങ്കീർണമായിട്ട് പോവാം. അത് നമ്മൾ കൃത്യമായിട്ടുള്ള ചെക്കപ്പിലൂടെ നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ള അപകട സാഹചര്യങ്ങൾ അത് എന്തൊക്കെയാണ്? എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നത്? അതെ, ഇത് നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് പറയുകയല്ല. എന്നാലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ചെക്കപ്പ് അടുത്താണുള്ളതാണെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കൃത്യമായിട്ട് കാണണം. നമ്മൾ നോർമൽ ഇത് പറയുന്നത്, അതായത് ആദ്യത്തെ 7 മാസം വരെ, അതായത് 28 ആഴ്ച വരെ നമ്മൾ മാസത്തിലുള്ള ചെക്കപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് മാസത്തിൽ തന്നെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും, പിന്നെ നമ്മൾ 36 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെക്കപ്പ് എന്ന് നമ്മൾ പറയുന്നത് എല്ലാ ആഴ്ചയിലുമാണ്. അതേസമയം ഏതെങ്കിലും ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറഞ്ഞുണ്ട്. നമ്മളുടെ നാട്ടിലും ഇപ്പം ഒരു 10% പേര് പ്രഗ്നൻസി പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കും മിക്കവാറും. കുറച്ച് അൺപ്ലാൻഡ് ഉണ്ടെങ്കിലും നമ്മൾ കുറച്ചുകൂടി അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും പ്ലാൻ പ്രഗ്നൻസി ആക്കാം. അപ്പം നമ്മളൊരു പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുൻകൂട്ടി പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ ഷുഗർ ഉള്ളവരുണ്ടാകാം, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഒരു കൺസേൺഡ് ഡോക്ടർ, അതായത് ഡയബറ്റോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റിൻ്റെയും 2 പേരുടെയും സേവനം തേടി ആ പ്രഗ്നൻസിയിൽ തന്നെ, അതായത് ഗുളിക പ്രഗ്നൻസിയിൽ പ്രഷറിന് വേണ്ടിയുള്ള ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ ചില ഗുളികകൾ നമ്മൾക്ക് പ്രഗ്നൻസിയിൽ അത് മാറ്റേണ്ടി വരും. ചില ഗുളികകൾ കുഞ്ഞിനും അമ്മയ്ക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കിഡ്നിയുടെ അസുഖമോ മറ്റോ ഉണ്ടെങ്കിൽ അവർ മരുന്ന് കഴിക്കുന്നത് നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടി വരും, കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യത്തെ മുൻനിർത്തി. അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിറ്റ്സ് വരുന്ന അപസ്മാരം പോലുള്ള രോഗം നേരത്തെ ഉള്ളവർ, അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള പ്രഗ്നൻസിയിൽ ആ ഗുളികകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ നമുക്ക് കൃത്യമായ കരുതലും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ചെക്കപ്പോടും കൂടി നമുക്കതിനെ നമുക്ക് വേണ്ട പരിചരണം കൊടുത്ത് അമ്മയ്ക്കും കുഞ്ഞിനും കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പാക്കി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഗർഭം ധരിക്കുന്നതിന് മുൻപ് തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി ആ ഒരു ഘട്ടം ഉണ്ടാവുമെന്ന്. അപ്പോൾ പ്രഷർ അല്ലാതെ മറ്റെന്തൊക്കെ രോഗാവസ്ഥകൾ, PCOD പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റെന്തൊക്കെ രോഗാവസ്ഥകളാണ് ഈ ഒരു സമയത്തുണ്ടാവുക? അതെ, പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഷുഗർ ഉള്ളവർ, പിന്നെ നമ്മളുടെ ഈ ഒരു
അതേപോലെ നേരത്തെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, ചിലർ നേരത്തെ തന്നെ ഷുഗർ കൂടുതലായിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർ അത് കൺട്രോൾ ചെയ്തിട്ട് പ്രഗ്നൻസി ആവുന്നത് നന്നായിരിക്കും. ചോദിച്ചതുപോലെ PCOD, പോളിസിസ്റ്റിക് ഓവറി, ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം നമ്മൾ ഒരുപാട് PCOD കേസസ് നമ്മൾ കാണാറുണ്ട്. അവർക്ക് ചിലർക്ക് ഗർഭധാരണം വൈകാറുണ്ട്. ഗർഭം ആയി കഴിഞ്ഞാൽ പോലും കുറച്ച് കൂടുതൽ കെയർ എടുക്കേണ്ടി വരും. കാരണം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുറച്ച് കൂടുതൽ മിസ്കാരേജ് റിസ്ക് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കെയറും കാര്യങ്ങളും എടുത്താൽ നമുക്ക് സുഗമമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, വിശ്രമം, ഈ കാര്യങ്ങളെല്ലാം ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, ജനറലായിട്ട് ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പം പഴയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 കിലോ ഒക്കെ കൂടും. ഇപ്പോഴത്തെ പുതിയ ഇതിൽ നമ്മൾ പറയണത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്. പണ്ട് പഴയ അവർ കുറ്റം പറയുകയല്ല, ഇരട്ടി കഴിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനത്തെ കൺസെപ്റ്റ് ഇല്ല. നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ, ഓഫ്കോഴ്സ് കുറച്ച് കാലറി കൂടിയ ഭക്ഷണം കഴിക്കണം. എന്നിരുന്നാലും അത് കഴിയുന്നതും ഹെൽത്തി ഡയറ്റ്, അതേപോലെ അതിന് കൃത്യമായ ഇടവേളകളിൽ 3 പ്രാവശ്യമല്ല, 3+3, അതായത് ഫുള്ളായിട്ട് നമ്മൾ 3 ഭക്ഷണം കഴിക്കാതെ 4 മണിക്കൂർ 3-4 മണിക്കൂർ കൂടുമ്പോൾ കുറച്ച് വീതം പല പ്രാവശ്യം കഴിക്കുക എന്നാണ് നമ്മളെല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനോട് നമ്മൾ പറയുന്നത്. അതേപോലെ ചോദിച്ചു എക്സസൈസ് എപ്പോഴും തീർച്ചയായിട്ടും അമ്മയുടെ ആരോഗ്യത്തിനും അമ്മയുടെ മാനസിക ആരോഗ്യത്തിനും അതുവഴി ജനിക്കുന്ന കുഞ്ഞിൻ്റെ മാനസിക ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ നിഷ്കർഷിച്ചിട്ടില്ല എങ്കിൽ, അതായത് ചിലർക്ക് പ്ലാസൻ്റ്, അതായത് മറുപിള്ള താഴെ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെസ്റ്റ് നിർദ്ദേശിക്കും. അല്ലെങ്കിൽ ചിലർക്ക് ഒരുപാട് മിസ്കാരേജസ് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഡോക്ടർ റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള എക്സസൈസിന് കുഴപ്പമില്ല. അതായത് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ പറയുന്നത് 15-20 മിനിറ്റ് നടക്കുന്നത് എല്ലാ രീതിയിലും അനുപേക്ഷണീയമാണ്. അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിലും ആ ഹോർമോണൽ പ്രഗ്നൻസിയിൽ നമുക്കറിയാവുന്ന പോലെ കുറച്ച് ഹോർമോണൽ വേരിയേഷൻസും ഇതൊക്കെ വരും. അപ്പം മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അമ്മയുടെ മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും അതുവഴി നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എക്സസൈസും അതുപോലെ ഡയറ്റിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, നമുക്ക് പുതുതായിട്ട് എക്സസൈസ് എന്തെങ്കിലും തുടങ്ങാമോ എന്ന്. നമ്മൾ പറയുന്നത് നേരത്തെ തന്നെ, ഫോർ എക്സാമ്പിൾ ചിലർ യോഗ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ചിലർ പണ്ടേ തന്നെ ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു എക്സസൈസ് പ്രഗ്നൻസിയിൽ കഴിയുന്നതും തുടരാതിരിക്കുകയാണ് നല്ലത്. നടക്കുന്നത് ഏത് ടൈമിലും, ആദ്യത്തെ 3 മാസത്തിലായാലും അവസാനത്തെ 3 മാസത്തിലായാലും വളരെ നല്ലത് തന്നെയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ പ്രസവം അടുക്കും തോറും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സാധാരണ പ്രസവം ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാവുമോ? തീർച്ചയായിട്ടും ഏത് പ്രഗ്നൻസി കാലഘട്ടത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ഡേറ്റ് അടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഡേഞ്ചർ സിഗ്നൽ അല്ലെങ്കിൽ വാർണിംഗ് സിഗ്നൽ എന്ന് പറയും. വീട്ടിലുള്ളവർക്കും ഗർഭിണികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് മാസം എടുത്തു, നമ്മൾ ടോട്ടൽ ഗർഭകാലം 40 ആഴ്ചയാണ്. എന്നിരുന്നാലും 37 ആഴ്ച കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ബ്ലീഡിങ്, അത് ഏത് സമയത്തും 3 മാസത്തിലായാലും അത് കഴിഞ്ഞുള്ള കാലത്തായാലും ലാസ്റ്റിലായാലും പെട്ടെന്നുള്ള ബ്ലീഡിങ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടനെ തന്നെ അടിയന്തരമായിട്ടുള്ള ചികിത്സാ സഹായം തേടേണ്ടതാണ് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ മാസം അടുത്ത് കഴിയുമ്പോൾ പെട്ടെന്നുള്ള ലീക്കിങ്, അതായത് ഫ്ലൂയിഡ്, വെള്ളം പൊട്ടിപ്പോകുന്നത്, അത് ഈവൻ വേദന ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെറൈൽ പാഡ് വെക്കുക. അതുപോലെ വൈദ്യസഹായം തേടേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ചില ഡിസ്ചാർജ് പോലെ. നോർമലി പ്രഗ്നൻസിയിൽ കുറച്ചൊരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട് ചെറിയ ഡിസ്ചാർജും കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ഈ ഡിസ്ചാർജിന് കുറച്ച് സ്മെല്ലോ കൂടുതലായിട്ടുള്ള, അതായത് ബാഡ് സ്മെല്ല്, ഫൗൾ സ്മെല്ലിങ് ഡിസ്ചാർജ്, അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞ നിറം, ഇച്ചിങ് അങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോൾ ഇൻഫെക്ഷൻ്റെ ആരംഭമായിരിക്കാം. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനമായിട്ടുള്ളത് വേദന നമ്മൾ എല്ലാ ഗർഭിണികളോടും പറഞ്ഞു കൊടുക്കും. വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് ഫ്രണ്ടിൽ, അത് വയറിനും അതേപോലെ തന്നെ ബാക്കിലും അതുപോലെ തന്നെ പെയിൻ വരാം. ചിലർക്ക്
ഈവൻ ഒരു 36-37 ആഴ്ചയാകുമ്പോൾ തന്നെ ചെറിയ വേദന വന്നു പോകും. അതിന് നമ്മൾ ഫോൾസ് ലേബർ പെയിൻ എന്ന് പറയും. അതാണ് പിന്നീട് ശരിക്കുള്ള പ്രസവ വേദനയായിട്ട് മാറുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൂവ്മെൻറ്റ്, അതായത് കുഞ്ഞിൻ്റെ അനക്കം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നമ്മൾ എണ്ണാൻ പറയുന്നത് ഒരു 7 മാസം മുതലാണ്. ശ്രദ്ധിക്കുക, പേഷ്യൻ്റ് വർക്ക് ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാകട്ടെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിലും അവർ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ചേഞ്ച് റീസെൻ്റായിട്ട് ഇനി മൂവ്മെൻറ്റിൽ അല്ലാതെ കുഞ്ഞിൻ്റെ ഇളക്കത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് വരേണ്ടതാണ്. അത് വളരെയധികം പ്രധാനമാണ്. എപ്പോഴും നമ്മൾ സ്ട്രെസ് ചെയ്ത് നമുക്ക് പറയാറുണ്ട്. അതേപോലെ മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ അതുപോലെ അമ്മ കിടക്കേണ്ട പൊസിഷൻ പ്രത്യേകിച്ച് 7 മാസമൊക്കെ ആകുമ്പോഴും ഇടതുവശം ചരിഞ്ഞ് കിടക്കുക. അതോടുകൂടി കുഞ്ഞിന് നല്ല രക്തയോട്ടം കിട്ടും. അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും നല്ലതാണ്. ഇപ്പം അതുപോലെ ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന കഴിയുന്നതും ഒഴിവാക്കണം. അല്ല ലെഫ്റ്റിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റിൽ തിരിഞ്ഞ് കിടക്കാവുന്നതാണ്. ഡോക്ടർ, ഈ ഒരു ഗർഭാവസ്ഥയിൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സർജറി അത് അനിവാര്യമാണോ? എല്ലാ ഹൈ റിസ്ക് പ്രഗ്നൻസിക്കും സിസേറിയനിലേക്ക് പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടം വരുത്താവുന്നതാണ്. അതായത് അമ്മയിൽ പെട്ടെന്ന് പ്രഷർ കൂടി ഫിറ്റ്സ് വരാം. അതേപോലെ തന്നെ ലിവറിനെ ബാധിക്കാം. അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാം. കുഞ്ഞിൻ്റെ കാര്യമെടുത്താൽ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാം. അപ്പം കൂടുതൽ വിസിറ്റ്സ്, അതായത് ഡോക്ടറുടെ അടുത്ത് കൂടുതൽ പ്രാവശ്യം ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ചെക്കപ്പും കാര്യങ്ങളും വേണ്ടി വരും. അടുത്ത ഇടവിട്ടുള്ള സ്കാൻ വേണ്ടി വരും. ഈവൻ നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 40 ആഴ്ചയാണ് എങ്കിലും 37 ആഴ്ച, അതായത് ഈവൻ ടൈമിന് മുമ്പ് തന്നെ, സമയമാകുന്നതിന് മുമ്പ് തന്നെ പ്രസവിപ്പിക്കേണ്ടി വരും, കുഞ്ഞിൻ്റെ അമ്മയുടെയും ആരോഗ്യം മുൻനിർത്തി. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഗീത. ഗീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഗീത ചോദിച്ചോളൂ. യെസ് ഡോക്ടർ, പ്രേക്ഷക നമ്മളോടൊപ്പം പിന്നീട് ചേരുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി വിഭാഗത്തിൽ പ്രസവാനന്തരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, പ്രസവാനന്തരവും ഏത് അവസ്ഥയിലാണ്, അതായത് പ്രഷർ കൂടുതൽ, ഷുഗർ കൂടുതൽ, ചിലർക്ക് തൈറോയിഡ് ആയിരിക്കാം. അപ്പോൾ മെഡിസിൻസ്, ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് ആണെങ്കിൽ നമ്മൾ പ്രഷർ കൺട്രോൾ നോർമലി ഒരു 48 മണിക്കൂറിനുള്ളിൽ, അതായത് പ്രസവശേഷം 24-48 മണിക്കൂറിൽ പ്രഷർ കൺട്രോൾ ആവാറുണ്ട്. ചിലർക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രഷറിൻ്റെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫംഗ്ഷനൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അതേപോലെ തന്നെ നേരത്തെ കിഡ്നിയുടെ അസുഖമുള്ളവരാണെങ്കിൽ നേരത്തെയുള്ള മരുന്നുകൾ തുടരേണ്ടി വരും. തൈറോയിഡിൻ്റെ മെഡിസിൻസ് ഇപ്പം നേരത്തെ മുതലേ കഴിക്കുന്നവരാണെങ്കിൽ ഡോസ് നമ്മൾ പ്രഗ്നൻസി സമയത്ത് കുറച്ച് കൂട്ടും. പക്ഷേ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് പഴയ ഡോസിലേക്ക് നമ്മൾ കൊണ്ടുവരും. ചിലർക്ക് അതിൻ്റെ ആ തൈറോയിഡിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈവൻ നിർത്തേണ്ടി വരും. അപ്പം ആ വക ടെസ്റ്റുകൾ നമുക്ക് പ്രസവശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കപ്പും വേണ്ടി വരും. ഡോക്ടർ, അതുപോലെ തന്നെ പ്രസവശേഷം, അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ അതെ ഡോക്ടർ, പ്രസവശേഷം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എന്തൊക്കെയായിരിക്കും? കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട കെയർ അതെന്തൊക്കെയാണ്? അതെ, ഇപ്പോൾ ഒരു ടേം ആയിട്ടുള്ള പ്രസവമാണെന്നുണ്ടെങ്കിൽ നോർമൽ കെയർ മതിയായിരിക്കും. നമുക്ക് ഡെലിവറിക്ക് ശേഷം നമ്മൾ ഈ വക സങ്കീർണമായ പ്രസവാവസ്ഥ എപ്പോഴും നമ്മളൊരു ടെർഷ്യറി കെയർ, അതായത് എല്ലാ സൗകര്യങ്ങളും ഉള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലാവും നല്ലത്. അതുപോലെ കുഞ്ഞിൻ്റെ കെയർ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാസം തികയാത്ത പ്രസവിപ്പിക്കേണ്ട സാധ്യതയുള്ളപ്പോഴത്തേക്ക് ആ NICU കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വക എല്ലാ സൗകര്യങ്ങളും ഉള്ള ആശുപത്രിയിൽ പ്രസവം ആക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞിന് അതുപോലെ തന്നെ തൂക്കക്കുറവുള്ളതാണെങ്കിൽ കുഞ്ഞിന് കുറച്ച് പിന്നീടാണെന്നുണ്ടെങ്കിലും പ്രസവശേഷമാണെന്നുണ്ടെങ്കിലും കുഞ്ഞിന് മഞ്ഞ നിറമുണ്ടോ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ കുഞ്ഞിന്
ആണെങ്കിലും തൈറോയിഡിൻ്റെ എല്ലാവർക്കും എല്ലാ ബേബീസിനും നമ്മൾ ചെക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്കപ്പോ കാര്യങ്ങളും എല്ലാം കുഞ്ഞിൻ്റെ കെയറും വേണ്ടി വരും. അത് കുഞ്ഞിൻ്റെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് ഉള്ള കെയർ കുഞ്ഞിന് കൊടുക്കേണ്ടി വരും. പിന്നെ അമ്മയുടെ നോർമൽ കെയറും മറ്റേ അസുഖങ്ങൾ ഉള്ളവർക്ക് വേറെ അതുപോലെ കിഡ്നിയുടെ അസുഖമുള്ളവർക്കാണെങ്കിൽ അവരുടെ മരുന്ന് നമ്മൾ പ്രഗ്നൻസി സമയത്ത് ചേഞ്ച് ചെയ്ത മരുന്ന്, പ്രസവത്തിന് ശേഷം നമ്മൾ പണ്ട് കഴിച്ച മരുന്ന് കിഡ്നി ഡോക്ടറുടെയും കൂടി നിർദ്ദേശപ്രകാരം ഗൈനക്കോളജിസ്റ്റിൻ്റെയും കമ്പൈൻഡ് ഉപദേശം അനുസരിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പാക്കാം. സങ്കീർണമായ അവസ്ഥ, അതായത് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ കരുതൽ ആവശ്യമാണ്. ഗർഭാവസ്ഥയിലെ സങ്കീർണതകളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ചേർത്തല കിൻഡർ വിമൻസ് ഹോസ്പിറ്റലിലെ ഫെർട്ടിലിറ്റി സെൻ്ററിലെ ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ സൂസൻ എബ്രഹാമാണ് നമ്മളോടൊപ്പം ഇന്ന് ചേർന്നത്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.